നമസ്കാരം. സാമൂഹിക സുരക്ഷാ പെൻഷൻ കോട്ടക്കൽ നഗരസഭയിലെ ഒരു വാർഡിൽ 42-ൽ 38 പേരും അനർഹരാണെന്ന് കണ്ടെത്തി. വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിക്കുകയും പെൻഷൻ അനുവദിക്കുകയും ചെയ്ത ഉദ്യോഗസ്ഥരുടെ പങ്കിൽ വിജിലൻസ് അന്വേഷണം നടത്തും. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. കോട്ടക്കൽ നഗരസഭയിലെ ഒരു വാർഡിൽ അനർഹരായ 38 പേർ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്ന് ധനകാര്യ റിപ്പോർട്ട്. നഗരസഭയുടെ 7-ാം വാർഡിൽ 42 പേരുടെ വീടുകളിലാണ് പരിശോധന ഉദ്യോഗസ്ഥർ നടത്തിയത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് പരിശോധനയുടെ ഭാഗമായി കോട്ടക്കൽ നഗരസഭയിൽ 7-ാം വാർഡിൽ പെൻഷൻ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട രേഖകൾ ധനകാര്യ വിഭാഗം പരിശോധിച്ചു. പരാതിയിൽ ചൂണ്ടിക്കാണിച്ച 42 ഗുണഭോക്താക്കളുടെ വീടുകൾ സന്ദർശിച്ചാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത്. പരാതിയിലെ ആരോപണങ്ങൾ ശരിവെക്കുന്നതാണ് റിപ്പോർട്ട്. ഫീൽഡ് തല പരിശോധനയിൽ ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും വിവിധ കാരണങ്ങളിൽ സാമൂഹിക സുരക്ഷാ പെൻഷന് അർഹതയല്ല എന്നാണ് കണ്ടെത്തിയത്. നഗരസഭയിലെ 7-ാം വാർഡിലെ 42 പേരിൽ 38 പേർക്കും പെൻഷൻ ലഭിക്കാൻ അർഹതയില്ല. ഈ റിപ്പോർട്ട് അതീവ ഗൗരവമുള്ളതാണ്. പണ്ടാരമംഗലം MK രവീന്ദ്രനാഥന് AC വീടും മകന് BMW കാറുമുണ്ടെന്നാണ് റിപ്പോർട്ട്. നായാടിപ്പാറയിലെ K കമലാക്ഷിയമ്മയുടെ ഭർത്താവ് വിമുക്ത ഭടനാണ്. അദ്ദേഹത്തിന് 1 ലക്ഷത്തിലധികം രൂപയാണ് വരുമാനം. പണ്ടാരമംഗലത്തെ M ഉണ്ണികൃഷ്ണന്റെ ഭാര്യ ചന്ദ്രികയ്ക്ക് സർവീസ് പെൻഷനുണ്ട്. നായാടിപ്പാറ ഉണ്ണികൃഷ്ണൻ 2000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. മകന്റെ പേരിൽ ഇന്നോവ കാറുമുണ്ട്. ആധുനിക രീതിയിൽ നിർമ്മിച്ച 2000 സ്ക്വയർ ഫീറ്റിൽ അധികം വിസ്തീർണമുള്ള മകന്റെ AC ഉള്ള വീട്ടിലാണ് താമസിക്കുന്നയാളാണ് പണ്ടാരമംഗലം M ഷൺമുഖൻ. നായാടിപ്പാറ M ശ്രീധരനും I കല്യാണിക്കുട്ടിയും 1 ലക്ഷത്തിലധികം വരുമാനമുള്ള അവിവാഹിതനായ മകനോടൊപ്പമാണ് താമസിക്കുന്നത്. AC വീട്ടിലാണ് AK കുഞ്ഞിലക്ഷ്മിയുടെ താമസം. VK പത്മാവതിയുടെ ഭർത്താവ് കേന്ദ്ര സംസ്ഥാന പെൻഷനുകൾ കൈപ്പറ്റുന്നുണ്ട്. AC ഉള്ള വീട്ടിൽ താമസിക്കുന്ന പണ്ടാരമംഗലത്തെ A മുരളീധര മേനോനും AP പത്മകുമാരിക്കും സാമൂഹിക സുരക്ഷാ പെൻഷന് അർഹതയില്ല. നായാടിപ്പാറയിൽ KV വേലായുധനും പൂയിത്തറയിലെ M ചന്ദ്രിക, ഉണ്ണികൃഷ്ണ വാര്യർ എന്നിവരും AC ഉള്ള വീട്ടിലാണ് താമസിക്കുന്നത്. പണ്ടാരമംഗലത്തെ M ഭാസ്കരൻ, PV സുലോചന എന്നിവർക്ക് AC ഉള്ള വീടുണ്ട്. കൂടാതെ 2 കെട്ടിടങ്ങളും അവർക്കുണ്ട്. പണ്ടാരമംഗലത്തെ U ഉണ്ണികൃഷ്ണൻ, വസന്തകുമാരി എന്നിവർക്ക് AC ഉള്ള വീടുമുണ്ട്. നായാടിപ്പാറയിൽ പത്മിനി അമ്മയുടെ ഭർത്താവ് വിമുക്ത ഭടനായിരുന്നു. പത്മിനി ആധുനിക രീതിയിൽ നിർമ്മിച്ച 2000 സ്ക്വയർ ഫീറ്റിൽ അധികം വിസ്തീർണമുള്ള വീട്ടിലാണ് താമസിക്കുന്നത്. കോട്ടപ്പടി MV ഗോപാലകൃഷ്ണൻ, TV രാമദേവി എന്നിവർ AC ഉള്ള വീട്ടിലാണ് താമസിക്കുന്നത്. താഴത്തെ വീട് വാടകയ്ക്കും നൽകിയിരിക്കുന്നു. നായാടിപ്പാറ PV വിലാലക്ഷ്മിയുടെ ഭർത്താവ് വിമുക്ത ഭടനാണ്. നായാടിപ്പാറ കുഞ്ഞി മുഹമ്മദും പാത്തുമ്മയും ആധുനിക രീതിയിൽ നിർമ്മിച്ച് 2000 സ്ക്വയർ ഫീറ്റിൽ അധികം വരുന്ന AC ഉള്ള വീട്ടിലാണ് താമസിക്കുന്നത്. കോട്ടപ്പടി CP നബീഷ്, D ഉമ എന്നിവർക്ക് AC ഉള്ള വീടുണ്ട്. പണ്ടാരമംഗലം KV വിജയന്റെ ഭാര്യ എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായിരുന്നു. കാര്യം മറച്ചുവെച്ചാണ് പെൻഷൻ വാങ്ങുന്നത്. 1000 cc-യിൽ അധികം കപ്പാസിറ്റിയുള്ള യാത്രാവാഹനവും അവർക്ക് സ്വന്തമായുണ്ട്. നായാടിപ്പാറ P ലക്ഷ്മിയുടെ ഭർത്താവ് വിമുക്ത ഭടനാണ്. പണ്ടാരമംഗലം KP സുഭമുദ്രയുടെ വീട്ടിൽ AC ഉണ്ട്. നിലവിൽ താമസിക്കുന്ന വീടിന്റെ വിസ്തീർണം 2600 സ്ക്വയർ ഫീറ്റിൽ അധികമുണ്ട്. ഇവർക്ക് 2 ഏക്കറിലധികം ഭൂമിയുമുണ്ട്. കോട്ടപ്പടി ആമപ്പാറയ്ക്കൽ അച്ചു AC ഉള്ള വീട്ടിലാണ് താമസിക്കുന്നത്. തോട്ടപ്പടി MA രാമചന്ദ്രനും മരതകനും AC ഉള്ള വീട്ടിലാണ് താമസിക്കുന്നത്. പണ്ടാരമംഗലം KT ഗോപാലൻ AC ഉള്ള വീട്ടിലാണ്. പണ്ടാരമംഗലം KT ഗോപാലകുമാർ AC ഉള്ള വീട്ടിലാണ് താമസിക്കുന്നത്. ഭാര്യ സുനിത ജീവനക്കാരിയാണ്. പണ്ടാരമംഗലം PK സുകുമാരന് AC ഉള്ള വീട്ടിലാണ് താമസം. പണ്ടാരമംഗലം KV ഉഷാകുമാരി നിലവിൽ അംഗനവാടി വർക്കറാണ്. പണ്ടാരമംഗലം PV ശോഭ നിലവിൽ താമസിക്കുന്നത് 2000 സ്ക്വയർ ഫീറ്റിൽ അധികം വിസ്തീർണമുള്ള വീട്ടിലാണ്. ഇവർക്ക് വാഹനവുമുണ്ട്. 42 പേരുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. 3 പേർക്ക് മാത്രമേ പെൻഷന് അർഹതയുള്ളൂ. ഉത്തരവിലെ മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി അനർഹമായി പട്ടികയിൽ കടന്നുകൂടിയ 38 പേരുടെ പെൻഷൻ റദ്ദാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കണമെന്ന് റിപ്പോർട്ടിലെ ശുപാർശ. തെറ്റായ വിവരങ്ങൾ നൽകി പെൻഷൻ കൈപ്പറ്റുന്നവരിൽ നിന്നും കൈപ്പറ്റിയ മുഴുവൻ തുകയും തിരിച്ചു പിടിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണം. അനർഹമായി കണ്ടെത്തിയ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ അനുവദിക്കുന്നതിനായി നഗരസഭയിൽ സമർപ്പിച്ച അപേക്ഷകളും അനുബന്ധ രേഖകളും പരിശോധനയ്ക്കായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഫയലുകൾ നഗരസഭ നൽകിയില്ല. അനർഹമായവർക്ക് പെൻഷൻ ലഭിക്കാൻ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥർ
വലിയ വീഴ്ചയാണ് വരുത്തിയത്. വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിച്ച റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്കും പെൻഷൻ അനുവദിച്ച ഉദ്യോഗസ്ഥരുടെ പങ്കും സംബന്ധിച്ച വിജിലൻസ് സമഗ്രമായ പരിശോധന നടത്തണമെന്നാണ് റിപ്പോർട്ടിലെ ശുപാർശ. അനർഹമായി പെൻഷൻ വാങ്ങിയ 38 പേരും ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പെൻഷൻ കൈപ്പറ്റിയിട്ടുള്ളത്. സഹകരണ സംഘങ്ങൾ വീടുകളിലെത്തി പെൻഷൻ എത്തിച്ചു കൊടുക്കുന്ന അവസരത്തിൽ ഒരു സോഷ്യൽ ഓഡിറ്റിന് സാഹചര്യമുണ്ട്. ഇത് പെൻഷൻ കൈപ്പറ്റുന്നത് ഒരു പരിധിവരെ തടയുന്നതിന് സഹായകമാണ്. ബാങ്ക് അക്കൗണ്ട് വഴി പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു സോഷ്യൽ ഓഡിറ്റ് ഉണ്ടാവുകയില്ല. അതിനാൽ ബാങ്ക് അക്കൗണ്ട് വഴി സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളുടെ അർഹതയെ സംബന്ധിച്ച് കൃത്യമായ ഇടവേളയിൽ വിലയിരുത്തൽ നടത്തുന്നതിനാണ് റിപ്പോർട്ടിന്റെ ശുപാർശ. അനർഹമായി പെൻഷൻ ഗുണഭോക്താക്കൾ കൈപ്പറ്റാതിരിക്കുക. ഏതെങ്കിലും സാഹചര്യത്താൽ പെൻഷൻ അനർഹമായി വരുന്നുണ്ട് എങ്കിൽ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ അറിയിച്ച് പെൻഷൻ നിർത്തലാക്കുക. കൂടുതൽ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ.